നമ്മളെ ചുറ്റുള്ള ആൾക്കാരെ, നമ്മളെ ചുറ്റുള്ള എൻവയറമെൻറ്റ്, നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. എവ്രിബഡീസ് അറ്റൻഷൻ സ്പാൻ ഈസ് ഡിസ്ട്രോയിഡ് ഓർ മെസ്ഡ് അപ്പ്. നമ്മളൊരു കഴിഞ്ഞൊരു 5 വർഷമായിട്ട് നടക്കുന്ന മാറ്റങ്ങളൊന്ന് നോക്കിയാൽ അറിയാം. ഫസ്റ്റ് യൂട്യൂബ് വാസ് റിലവൻറ്റ്. യൂട്യൂബായിരുന്നു, യൂട്യൂബിലെ ലോങ് വീഡിയോസ് ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഫ്രം പിന്നെ നമ്മൾ ടിക്ടോക്ക് വന്നു, ഷോർട്ട് ഫോം കണ്ടൻറ്റ് ഇൻട്രൊഡ്യൂസ് ആയി. അതിന് മുമ്പ് ഷോർട്ട് ഫോം കണ്ടൻറ്റ് അങ്ങനെ പ്രിവലൻ്റ് അല്ലായിരുന്നു, അത്രത്തോളം അല്ലായിരുന്നു. പിന്നെ ടിക്ടോക്ക് ബാൻ ചെയ്തതിന് ശേഷം നമുക്ക് റീൽസും ഷോർട്സും വന്നു. നൗ most of the attention goes to short form contents, and it is one of the thing that destroys our attention span. നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അവിടുത്തെ കുട്ടികളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. they be constantly scrolling including ourselves. നമുക്ക് ബോറടിച്ചുമ്പോഴൊക്കെ നമ്മൾ സ്ക്രോളിങ് ചെയ്യണം. ഇപ്പോൾ ബസ്സിൽ പോകുമ്പോഴും അതാണ് കാണുന്നത്, ഏതെങ്കിലും പരിപാടിക്ക് പോകുമ്പോഴൊക്കെ അതന്നെ കാണുന്നത്. വാട്ട് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ? ഈ നമ്മുടെ ജനറേഷനെ ഇവർ അറ്റാക്ക് ചെയ്യണത്, ഈ ഒരു സോഷ്യൽ ഈവിൽ അറ്റാക്ക് ചെയ്യണത് ജസ്റ്റ് ഒരു വെപ്പൺ കൊണ്ടല്ല, ലൈക്ക് എ മൾട്ടിപ്പിൾ വെപ്പൺ ഒക്കെ ഒരുമിച്ച് ആണ് വരുന്നത്. സോഷ്യൽ മീഡിയ, ജങ്ക് ഫുഡ്, ഫോൺ, വീഡിയോ ഗെയിംസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ചാണ് വരും. ദാറ്റ് ഈസ് ഡിസ്ട്രോയിങ് ബോത്ത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഓഫ് അവർ ജനറേഷൻ. ഒരൊറ്റ സംഭവത്തിന്മേൽ ഒരു 90 മിനിറ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഫോണോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരൊറ്റ സാധനത്തിന്മേൽ, ഒറ്റൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒറ്റൊരു ടാസ്കിൽ ഒരു 90 മിനിറ്റ് അല്ലെങ്കിൽ 90 മിനിറ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബാഡ് തിങ്. ആൻഡ് ദ ഗുഡ് ന്യൂസ് ഈസ് യു ക്യാൻ ഇംപ്രൂവ് ഇറ്റ്. ഫോക്കസ് അല്ലെങ്കിൽ അറ്റൻഷൻ സ്പാൻ എന്നൊക്കെ പറയുന്നത് ഒരു മസിൽ പോലെ തന്നെയാണ്. അത് നമുക്ക് ട്രെയിൻ ചെയ്യാം. ട്രെയിൻ ചെയ്ത് കുറച്ച് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വരാം. ആൻഡ് ഞാനൊരു 3 ടിപ്സ് തരാം അത് ഇമ്പ്രൂവ് ചെയ്യാൻ, നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ ഇമ്പ്രൂവ് ചെയ്യാൻ. അതിൽ ഫസ്റ്റ് വൺ, വാച്ച് ലോങ് ഫോം വീഡിയോസ്. മേ ബി ഫസ്റ്റൊക്കെ നല്ല ഗതികേടായിരിക്കും, ഒരു 10 മിനിറ്റ്. അതും എങ്ങനത്തെ ലോങ് ഫോം വീഡിയോസ്? ആകെ ഫ്ലാഷ് എഡിറ്റ് ഉള്ളതല്ല, ഫ്ലാഷ് എഡിറ്റ് ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ പ്ലെയിൻ വീഡിയോസൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ വീഡിയോസ് കൂടുതൽ കാണാൻ നിൽക്കുക. കാരണം ഇപ്പോൾ ഒരുവിധ ആൾക്കാർ ഈ മിസ്റ്റർ ബീസ്റ്റിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ എങ്ങനെയാണോ റീൽസ് കാണുന്നത് അതുപോലെ തന്നെയാണ് ഓൻ്റെ വലിയ വീഡിയോസൊക്കെ വരുന്നത്. ഫുള്ള് ഫ്ലാഷ് എഡിറ്റുകളൊക്കെ വരാം, ടിങ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ കട്ടിങ്ങും, ഓരോ കിളിപ്പച്ച, ചോപ്പ്, മഞ്ഞ, അങ്ങനത്തെ ഭയങ്കര എന്താ പറയുക, ബ്രെയിനെ പെട്ടെന്ന് പിടിച്ച് എടുക്കാൻ പറ്റിയ കളേഴ്സുകളും സൗണ്ടുകളൊക്കെ ആയിരിക്കും ഓരോ വീഡിയോയിലൊക്കെ ഉണ്ടാവുക. അങ്ങനത്തെ ലോങ് വീഡിയോസ് അല്ല ഞാൻ പറയുന്നത്. വീഡിയോസ് ലൈക്ക് ദിസ്, ടീച്ചിങ് വീഡിയോസ്, അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, ആൻഡ്രൂ ബർമാൻ്റെ വീഡിയോസ്, പോഡ്കാസ്റ്റുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് നിങ്ങൾ അറ്റൻഷൻ സ്പാൻ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല രീതിയിൽ സഹായിക്കും. അപ്പോൾ ഷോർട്ട് ഫോം കണ്ടൻറ്റുകൾ ഒറ്റയടിക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക, മാനുവലി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എഫേർട്ട് ഇടേണ്ടി വരും ലോങ് ഫോം വീഡിയോസ് കാണാൻ വേണ്ടി ഫസ്റ്റൊക്കെ. അപ്പോൾ അത് കാണാൻ ശ്രമിക്കുക. അത് എത്രയാണോ കുഴപ്പമില്ല, ഇനി 1 മിനിറ്റ് ആണെങ്കിൽ 1 മിനിറ്റ്. ഫ്രം ദർ ട്രൈ ടു ഇംപ്രൂവ് ലിറ്റിൽ ബൈ ലിറ്റിൽ. ഫസ്റ്റ് ടിപ്പ് ഈസ് ഓക്കെ. ഇനി രണ്ടാമത്തെ ടിപ്പാണ് റീഡ്. അത് എന്തോ ആയിക്കോട്ടെ, ഫിക്ഷൻ ആയിക്കോട്ടെ, നോൺ ഫിക്ഷൻ ആയിക്കോട്ടെ, ഇനി സ്കൂളത്തതായിക്കോട്ടെ, ജസ്റ്റ് റീഡ്. യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. ഒരു ദിവസം 1 പേജോ 1/2 പേജോ, ആകെ കുറച്ചല്ലേ ഉള്ളൂ, ഒരു 3 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ മതി 1 പേജ് 1/2 പേജൊക്കെ വായിക്കാൻ. അപ്പോൾ എന്നാണോ നിങ്ങൾക്ക് 1/2 പേജ് 1 പേജ് ഈസി ആയി തോന്നുന്നത് അതുവരെ അങ്ങനെ പോവുക. എന്നിട്ട് അവിടെ നിന്ന് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യുക, കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുക, 1 പേജും കൂടി അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക. ആൻഡ് ദെൻ യു ക്യാൻ ബിക്കം എ ഗുഡ് റീഡർ. കാരണം ഒരു ബുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിലും റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ ഫോക്കസും അറ്റൻഷൻ സ്പാനും വേണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ റീഡിങ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാം. ഇനി മൂന്നാമത്തെ ടിപ്പ്, ഇറ്റ് മേ ബി ദ ബെസ്റ്റ് അമോങ് ദ 3, മെഡിറ്റേഷൻ. യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്, മെഡിറ്റേഷൻ. മെഡിറ്റേഷനും ഒരുമാതിരി സ്വാമി സന്യാസികളൊക്കെ മാതിരി ഒരു എനിക്കത് താല്പര്യമില്ല, അതൊരു ക്രിഞ്ചാണ്. ജസ്റ്റ് ട്രൈ ഇറ്റ് വൺസ് എന്നിട്ട് പറയും. കാരണം ഈ ഒരു ഫുള്ള് ഫാസ്റ്റ് പേസ്ഡില്ല അപ്പോൾ നമ്മളെ ലോകം ഫുള്ള് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഇവിടെ ടൈമില്ല. നമ്മൾ മനുഷ്യന്മാരിപ്പോൾ എന്നത്തെ കാലത്തും കാട്ടും, നമ്മൾ പണ്ടത്തെ കാലമൊക്കെ നോക്കിയാൽ ഏതൊരു കാലത്തും ഇത്ര ബിസി ആയിക്കാണ്ട് ആരും കണ്ടിട്ടുണ്ടാവില്ല. അത്രയും
ഫുൾ ടൈം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആകെ നോയ്സ്, കോൺസ്റ്റൻറ്റ് ഡിസ്ട്രാക്ഷൻ. ഫോണെന്നാണെങ്കിൽ നോട്ടിഫിക്കേഷന്, കോള്, ടിങ് ടിങ് എന്ന് പറഞ്ഞ ഓരോ സൗണ്ടുകൾ, ക്യൂ, ക്രേവിങ്, റെസ്പോൺസ്, റിവാർഡ്. ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഫോണിൻ്റെ സൗണ്ട് കേൾക്കും, ടിങ്, ക്യൂ അല്ലെങ്കിൽ ട്രിഗർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ക്രേവ് ചെയ്യും. ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക, എന്തെങ്കിലും വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഫോൺ എടുക്കാനുള്ള മോട്ടിവേഷൻ നമുക്ക് വരുന്നു, ഫോൺ എടുക്കുന്നു, ദെൻ ദാറ്റ്സ് ദ റെസ്പോൺസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്ക്രോൾ ചെയ്യുമ്പോൾ റിവാർഡ്, നമുക്ക് ചീപ്പ് ഡോപ്പമിൻ കിട്ടണം. ഈ ഒരു സൈക്കിളിൽ ഇത് എനിക്കിഷ്ടമല്ല ആ ഒരു സംഭവം. അതുകൊണ്ട് ഞാൻ ഫോൺ അധികം ഇതിലാണ് വെക്കുക, സൈലൻറ്റിലാണ് വെക്കുക. കോള് വരികയാണെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാവും. സംടൈംസ് മോസ്റ്റ് അർജൻറ്റായ കേസുകളൊക്കെ അത് പ്രശ്നമാണ്. ബട്ട് 95% ഓഫ് ദ ടൈം അത് അർജൻറ്റായ സംഭവമാവില്ല. ഇറ്റ് വിൽ ബി എ ഡിസ്ട്രാക്ഷൻ ഓർ നോൺ അർജൻറ്റ് കേസ് നമുക്ക് പിന്നെ റിപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ആ ഒരു ഫാസ്റ്റ് പേസ്ഡ് വേൾഡിൽ ഇങ്ങനെ കോൺസ്റ്റൻറ്റ് നോയ്സ് ഉള്ള സ്ഥലത്ത് നമ്മുടെ മൈൻഡിൽ ഒന്ന് റിലാക്സ് ആക്കാൻ പറ്റിയൊരു സംഭവമാണ് മെഡിറ്റേഷൻ. അത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ഡെയിലി ഒരു 10 minutes ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അല്ല ഇനി ഒരു ദിവസം മാത്രം ചെയ്യണുള്ളൂ എന്നുണ്ടെങ്കിൽ ഈവൻ ഇറ്റ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഒരു 20 minutes ഒരു ദിവസം ചെയ്യാം, 15 to 20 minutes. ഞാനത് ആൻഡ്രി ഹ്യൂബർമാൻ്റെ പ്രോട്ടോക്കോളിന് മനസ്സിലാക്കിയൊരു സംഭവമാണ്. അപ്പോൾ ഒരു 15 to 20 minutes മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ചെയ്യാം. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആരും മൈൻഡ് ചെയ്യാത്തൊരു സംഭവമാണ്. എല്ലാവരും ഒരു കാര്യം ഒരാൾ വേറെ ആളോട് പറയുമ്പോൾ അയാൾ വേറെ ഏതെങ്കിലും ലോകത്തേക്ക് കയറും, അല്ലെങ്കിൽ ഇങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്യും, ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഒരു ഫംഗ്ഷന് പോയാലോ ഒരു എന്തിന് പോയാലോ ഒക്കെ ആൾക്കാർ എന്താണ്, ചിന്തകൾ വേറെ എവിടെയാണ്, അല്ലെങ്കിൽ ആരും മൈൻഡ്ഫുൾ അല്ല. അപ്പോൾ ആ ഒരു മൈൻഡ്ഫുൾനെസ്സും അറ്റൻഷൻ സ്പാനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല രീതിയിൽ മെഡിറ്റേഷൻ സഹായിക്കും. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താ പറയുക, പല ടൈപ്പ് ഉണ്ട്. യൂട്യൂബിൽ ജസ്റ്റ് അടിച്ചാൽ മതി, 10 minutes, 5 minutes, 30 minutes ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് ചെയ്യുക. ജസ്റ്റ് 1 minute ആണെങ്കിൽ 1 minute ചെയ്യുക. ഫസ്റ്റ് ചിലപ്പോൾ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവിടെ ജസ്റ്റ് ഡീപ്പ് ഇൻഹെയിലും ഡീപ്പ് എക്സൈലുകളും അതേപോലെ നമ്മളെ ബോഡിയിലെ ഓരോരോ ഭാഗങ്ങൾ ഇങ്ങനെ ഫോക്കസ് ചെയ്യും. അപ്പോൾ മെഡിറ്റേഷൻ എന്താണെന്നുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും മെഡിറ്റേഷന് ചെയ്യാനെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ 10 minutes, 5 minutes, 1 minute, 30 minutes ഒക്കെ ഉണ്ടാവും. ജസ്റ്റ് മെഡിറ്റേഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അതിനി ഞാൻ റെക്കമെൻഡ് ചെയ്യണത് മെഡിറ്റേഷൻ്റെ തന്നെ ഒരു ടൈപ്പ് ആൻഡ്രി ഹ്യൂബർമാൻ്റെ NSDR ഉണ്ടാവും, നോൺ സ്ലീപ്പ് ഡീപ്പ് റെസ്റ്റ് പ്രോട്ടോക്കോൾസ്. NSDR ആൻഡ്രി ഹ്യൂബർമാൻ്റെ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരത് ഉണ്ടാവും. യോഗ നിദ്ര എന്നും കൂടി അതിന് വേറെ പേരുണ്ട്, യോഗ നിദ്ര. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ട അതിൻ്റെ സ്പെല്ലിങ്. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്ത് നോക്കി. നമ്മൾ അറ്റൻഷൻ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ബോഡിമൊക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ പല നേരത്തെ നമ്മളെ മൈൻഡിലേക്ക് ഒരുപാട് ചിന്തകൾ വരും. ചിന്തകൾ ഒരിക്കലും വരാൻ പാടില്ല എന്നല്ല അവിടുത്തെ കാര്യം. ചിന്തകൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ മൈൻഡിനെ എങ്ങോട്ട് കൊണ്ടുപോകുക, ഫോക്കസ് തന്നെ കൊണ്ടുപോകുക. അങ്ങനെ ട്രെയിൻ ചെയ്യുക. ഇതാണ് സംഭവം അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ അറ്റൻഷൻ സ്പാൻ നാച്ചുറലി ഇമ്പ്രൂവ് ആവും, നമ്മളെ ഫോക്കസ് കൂടും, പിന്നെ നമ്മളെ നെർവസ് സിസ്റ്റം റിലാക്സ് ആവും. അപ്പോൾ ഇത് ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യണത് നല്ലതാണ്, രാവിലെ ചെയ്യണത് നല്ലതാണ്. അതുകൊണ്ട് ഉപകാരം മാത്രമേ ഉള്ളൂ. സോ try these 3 techniques and let me know അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്നുണ്ടെങ്കിൽ. ഓക്കെ, see you in the next video.